മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് രാജിവെച്ചു. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാജി പ്രഖ്യാപനം. കേന്ദ്ര സർക്കാരിന് നന്ദിയെന്നും മണിപ്പൂരിലെ ജനങ്ങളെ സേവിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും രാജിക്കത്തിൽ ബിരേൻ സിംഗ് പറഞ്ഞു. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ബിരേൻ സിംഗ് പടിയിറങ്ങിയിരിക്കുന്നു, വിശദാംശങ്ങൾ. സന്ധ്യ, ബിരേൻ സിംഗ് അല്പം മുൻപാണ് മണിപ്പൂരിൽ ഇംഫാലിൽ ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറിയിരിക്കുന്നത്. അദ്ദേഹത്തിനൊപ്പം തന്നെ മറ്റ് 17 BJP MLA-മാരും അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരിലെ മന്ത്രിമാരും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് നിലവിൽ കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതിയൊരു മുഖ്യമന്ത്രിയെ രൂപീകരിക്കുന്നത് വരെ, പുതിയൊരു മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ അദ്ദേഹത്തോട് തന്നെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാനുള്ള കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ. നാളെ മണിപ്പൂരിൽ ബജറ്റ് സമ്മേളനം തുടങ്ങുകയായിരുന്നു. ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ സമയത്ത് കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന കാര്യം പരിഗണിച്ചിരുന്നു. അതിൻ്റെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ബിരേൻ സിംഗിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ആ അവിശ്വാസ പ്രമേയത്തിൽ ഒരുപക്ഷെ BJPക്ക് അകത്ത് നിന്നടക്കം വോട്ടുകൾ നേടി ബിരേൻ സിംഗ് പുറത്താകും, ബിരേൻ സിംഗ് രാജിവെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നുള്ള തോന്നലിന് പിന്നാലെയാണ് അദ്ദേഹം ഇന്ന് രാവിലെ ഡൽഹിയിലെത്തി അമിത്ഷായുമായിട്ടും മറ്റ് BJP കേന്ദ്ര നേതൃത്വത്തിലെ നേതാക്കളുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ രാജി വയ്ക്കാൻ അല്ലെങ്കിൽ രാജി ആവശ്യം കേന്ദ്ര നേതൃത്വവും ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന. അതിന് പിന്നാലെയാണ് അദ്ദേഹം മണിപ്പൂരിലെത്തി ഇംഫാലിൽ ഈ രാജ്ഭവനിലെത്തി അദ്ദേഹത്തിൻ്റെ രാജിക്കത്ത് സമർപ്പിച്ചത്. ഏകദേശം 649 ദിവസം നീണ്ട കലാപത്തിനൊടുവിലാണ്, കലാപം അവസാനിച്ചിട്ടില്ല, പക്ഷേ ഈ കലാപം ആരംഭിച്ച 649 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ ബിരേൻ സിംഗിന്റെ രാജി വരുന്നത്. 649 ദിവസങ്ങൾക്കിടെ 250-ലധികം ആളുകളുടെ ജീവൻ നഷ്ടമായി, 6000-ലധികം ആളുകൾക്ക് വീട് നഷ്ടമായി. അവർ പല ക്യാമ്പുകളിലുമായി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം, ഈ വേളയിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സഖ്യ സർക്കാരിൽ ഈ ആദ്യം BJP സർക്കാർ വന്നപ്പോൾ അവിടെ NPPയുടെയും പിന്തുണയുണ്ടായിരുന്നു. NPPക്ക് 10 MLA-മാരുടെ ഫലമുണ്ടായിരുന്നു. അവർ ഇപ്പോൾ BJPയുമായി കലഹിച്ച് പ്രതിപക്ഷത്തേക്ക് പോയിരിക്കുകയാണ്. ഈ കാലങ്ങളായി തന്നെ ഏകദേശം 1.5 കൊല്ലമായി തുടർന്നു വരുന്ന കലാപത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ BJP സർക്കാരിനോ ബിരേൻ സിംഗിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് അതിലൊരു പ്രതിഷേധം രേഖപ്പെടുത്തി ആദ്യം ഈ സഖ്യ സർക്കാരിലുണ്ടായിരുന്ന NPPയും പ്രതിഷേധിച്ച് അവർ പുറത്തുപോയി പ്രതിപക്ഷത്തിരിക്കുകയാണ്. കൂടുതൽ BJPക്ക് അകത്ത് നിന്നടക്കം ഇപ്പോൾ ഒരു പ്രതിഷേധം അത് കുറച്ചു കാലമായിട്ട് തന്നെയുണ്ട്. ബിരേൻ സിംഗിനെതിരെയുള്ള അതൃപ്തി പ്രകടമായിരുന്നു, വളരെ ശക്തമായിരുന്നു. അദ്ദേഹം രാജിവെക്കണമെന്നുള്ള കാര്യം, ആ ഭയം തന്നെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം പുറത്താക്കപ്പെടുന്നത്. ആ ഒരു ഭയം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പറയാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ വർഷം ഈ പുതുവർഷത്തിനോടനുബന്ധിച്ച് തന്നെ അദ്ദേഹം ഒരു വീഡിയോ എല്ലാം തന്നെ പുറത്തുവിട്ടിരുന്നു. 2025 തന്നെ മണിപ്പൂരിൽ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്താനാവും, പുതിയൊരു മണിപ്പൂരിനെ കാണാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷേ ആ പ്രഖ്യാപനവും അതും അദ്ദേഹത്തിന് നിറവേറ്റാൻ വേണ്ടി സാധിച്ചില്ല. ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ, ചുറ്റുമുള്ളവരിൽ നിന്നെല്ലാം തന്നെ എതിർപ്പ് സ്വരം കേട്ടു തുടങ്ങിയിരിക്കുന്നു. അതിനൊക്കെ പിന്നാലെ ഇപ്പോൾ എൻ ബിരേൻ സിംഗ് രാജിവെച്ചിരിക്കുകയാണ്. പുതിയ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യത്തിൽ അധികം വൈകാതെ തന്നെ തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചന. അതുവരെ എന്തായാലും എൻ ബിരേൻ സിംഗ് തന്നെ മണിപ്പൂരിൻ്റെ കാവൽ മുഖ്യമന്ത്രിയായി തുടരും.